ഞാനിന്ന് നിങ്ങളോട് വളരെ ലളിതമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വളരെ രസകരമാണത്. ദൈവം 23 വർഷം മുൻപ് ഞാൻ ആദ്യമായി പബ്ലിക് മിനിസ്ട്രി തുടങ്ങിയപ്പോൾ ഇതം പ്രഥമമായി എനിക്ക് തന്ന മഹത്തായ ഒരു സന്ദേശമാണ് പറയുന്നത്. ആദ്യത്തെ 5 വർഷം ഞാൻ വചനം പഠിപ്പിച്ചു, വീട്ടിൽ വെച്ച് വേദപാഠം പഠിപ്പിച്ചു. സെൻറ്റ് ലൂയിസിലുള്ള ലൈഫ് ക്രിസ്ത്യൻ സെൻറ്റർ എന്ന പള്ളിയിൽ ജോലി ചെയ്തു. അവിടെ വെച്ചാണ് എൻ്റെ ശുശ്രൂഷ അടുത്ത പരിധിയിലേക്ക് കയറാൻ ഇടയായത്. വ്യാഴാഴ്ച രാവിലെ തോറും സ്ത്രീകൾക്കായി ഞാൻ ആഴ്ച അവിടെ വെച്ചാണ് എൻ്റെ മീറ്റിംഗ് ആരംഭിച്ചത്. എൻ്റെ അത്തരം മീറ്റിങ്ങുകളിൽ ആദ്യത്തേതിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് എൻ്റെ വിധി എന്നെനിക്ക് തോന്നി. എനിക്ക് വലിയൊരു ദർശനവും സ്വപ്നവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നൊക്കെ എൻ്റെ പ്രസംഗം ഞാൻ വളരെ സീരിയസ് ആയിട്ടെടുത്തു. ചെറുപ്പക്കാരിയായ ഒരു ശുശ്രൂഷക എന്ന നിലയ്ക്ക് ഞാൻ കഠിനമായി പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് എന്നോട് പറയണേ, എനിക്ക് അതിനുള്ള ശക്തി തരണേ. ദൈവം പറഞ്ഞു, ജനങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് അവരോട് പറയണം. ഞാൻ കരുതി, ദൈവമേ, യോഹന്നാൻ 3:16 ഉപരിയായിട്ട് അങ്ങേക്ക് എനിക്ക് എന്തെങ്കിലും നൽകാനാവും. ഞാൻ ഞായറാഴ്ച വേദപഠനം നടത്തുകയാണെന്ന് അവർക്ക് തോന്നത്തക്ക വിധം പ്രസംഗിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. ദൈവം പറഞ്ഞു, ഇല്ല, അറിയില്ല. അവർക്കറിയാമെങ്കിൽ അവരുടെ പെരുമാറ്റം വ്യത്യസ്തമായിരുന്നിരിക്കും. ഇന്ന് ഞാൻ സമയത്തെ വളച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. 23 വർഷം പുറകോട്ട് ചെന്ന് ദൈവം നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നെന്ന മറ്റൊരു സന്ദേശം നൽകുന്നു. ദൈവം ഇതെനിക്ക് ഇന്നലെ ഉച്ചയ്ക്ക് തോന്നിപ്പിച്ചതാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിതല്ല പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചത്. 45 മിനിറ്റ് കൊണ്ട് ദൈവം എനിക്കിത് തന്നു. ഞാനത് എഴുതി. കാരണം ഞാൻ നമുക്ക് സൗഖ്യമാവാൻ തുടങ്ങുന്നത് വിശ്വസിക്കുന്നു. നമ്മുടെ വികാരങ്ങളും മനസ്സും സൗഖ്യമാവാൻ ആരംഭിക്കുന്നു. നമ്മുടെ ബന്ധങ്ങൾ സൗഖ്യമാവാൻ തുടങ്ങുന്നു. നമ്മുടെ വ്യക്തിത്വങ്ങൾ സൗഖ്യമാവാൻ തുടങ്ങുന്നു. അതായത്, നിങ്ങളിത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നാം ദൈവത്തെ കൂടാതെ സാത്താൻ നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കാൻ അനുവദിച്ചു കൊടുത്ത കാലം അത്രയും നമ്മുടെ വ്യക്തിത്വങ്ങൾ കൂട്ടിക്കുഴഞ്ഞു കിടക്കുകയായിരുന്നു. നമുക്ക് കാര്യങ്ങൾ നേരാവണ്ണം ബന്ധപ്പെടുത്താൻ അറിയില്ല. നാം തെറ്റായി ചിന്തിക്കുന്നു. നമ്മുടെ വികാരങ്ങൾക്ക് ദൃഢതയില്ലാതാവുന്നു. നമുക്ക് തെറ്റായ കാര്യങ്ങൾ വേണം. അത് നമ്മുടെ ചുമതലകളിലൂടെ ഒഴുകുന്നു. നാം ആകെ കൂട്ടിക്കുഴഞ്ഞിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുമായി നമുക്കൊരു നല്ല ബന്ധം പടുത്തുയർത്താൻ സാധിക്കാതെ പോകുന്നു. നാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. എന്നിട്ട് വേദനിക്കപ്പെട്ടവരുടെയും കുഴപ്പത്തിലായിരിക്കുന്നവരുടെയും കൂടെ കൂടും. അവർ പരസ്പരം വേദനിപ്പിക്കും, പരസ്പരം കൂട്ടിക്കുഴയ്ക്കും. എന്നിട്ട് നമുക്ക് മക്കളുണ്ടാകും, അവരെയും വേദനിപ്പിക്കും. ഞാനീ പറഞ്ഞത് വാസ്തവമാണെന്ന് നിങ്ങളിൽ എത്ര പേരാണ് അംഗീകരിക്കുന്നത്? കണ്ടോ? നമുക്ക് ഇതുപോലൊരു വിചിത്ര സ്വഭാവമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ വഴികൾ ആലോചിക്കും. നാം അതിനുവേണ്ടി പ്രവർത്തിക്കും. മുഖംമൂടി ധരിച്ച് പലതും കളിക്കും. എങ്ങനെയെങ്കിലും സ്വതന്ത്രരാവണമെന്ന് കരുതും. ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ് എന്നവരോട് പറഞ്ഞിട്ടുണ്ട്. അവൻ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്താൽ സ്വതന്ത്രനാവും. എനിക്ക് തോന്നുന്നു നാം പഠിക്കേണ്ടത് അടിസ്ഥാന കാര്യം മാത്രമല്ല, നമുക്കൊരു വെളിപ്പാടും ഉണ്ടാവണം. ഞാൻ പറയുന്നത് നിങ്ങളിന്ന് വിശ്വസിക്കണം. ഒരു കാര്യം പഠിക്കുന്നതിനും വെളിപ്പാടുണ്ടാവുന്നതിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്കത് അറിയാമെന്ന് നാം കരുതും. ഓ, അതെനിക്കറിയാം. പക്ഷേ ദൈവം ഒരു കാര്യം അറിയുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ ആഴമുള്ള അറിവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് നിങ്ങളുടെ ഭാഗമായി മാറുന്ന ഒന്നാണ്. അത് നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റാനാവാത്തത്ര ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു വസ്തുതയായിരിക്കും. അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെറുതെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നമുക്കാവശ്യം വെളിപ്പാടാണ്. നിങ്ങളിൽ ചിലരെ ശരിയാവണ്ണം മാതാപിതാക്കൾ സ്നേഹിച്ചിരിക്കും. പലർക്കും അത് കിട്ടിക്കാണില്ല. സ്നേഹം ലഭിച്ചവരെക്കാൾ ലഭിക്കാത്തവരായിരിക്കും ഏറ്റവും കൂടുതൽ. TV-യിലൂടെ ലോകമെങ്ങും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അങ്ങനെയാവാം. ഇന്ത്യ, ചൈന, ആഫ്രിക്ക, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും എല്ലായിടവും നമ്മുടെ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലും സ്നേഹിക്കപ്പെടാത്തവരുണ്ടാവും. ഇന്ന് ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാം ടെലിവിഷനിലൂടെ കണ്ട് അതിൻ്റെ ഒരു ഭാഗമായി മാറിയവരെക്കുറിച്ച് ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങളിൽ പലരും വേദനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളിൽ പലർക്കും ഒരു നല്ല തുടക്കമില്ല. നിങ്ങൾ പരിപാലിക്കാൻ അറിയുന്ന ആരും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം വേദനിപ്പിക്കപ്പെട്ടവർ മറ്റുള്ളവരെ വേദനിപ്പിക്കും. വേദനിപ്പിക്കപ്പെട്ടവർ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് കൊണ്ട് അവരോട് കയ്പും വിദ്വേഷവും പുലർത്തുന്നത് ഒട്ടും ശരിയല്ല. പലപ്പോഴും ജനങ്ങൾ മക്കളെ വളർത്താൻ അവർക്കറിയുന്ന മികച്ച വഴികൾ പരിശ്രമിക്കും. പക്ഷേ സത്യം ഇതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഞാനും ഡേവും എങ്ങനെയാണ് 4 കുട്ടികളെ വളർത്തിയതെന്ന്. പ്രത്യേകിച്ച് എൻ്റെ അന്നത്തെ സ്വഭാവത്തിൽ തുടക്കത്തിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് മറ്റൊരാളെ നല്ല ജീവിതം ആരംഭിക്കാൻ ഉപദേശിക്കാനാവുക?
ദൈവമാണ് നമ്മെ എല്ലാം സൗഖ്യമാക്കുന്നത്. നമ്മുടെ കുടുംബത്തെയും സൗഖ്യമാക്കാനുള്ള കൃപയും കരുണയും നൽകുന്നത് അവനാണ്. ആമേൻ. എനിക്ക് തോന്നുന്നു ആദ്യമായി നമുക്കുണ്ടാവേണ്ട അടിസ്ഥാന വെളിപ്പാട് ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നറിയലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈബിൾ പറയുന്നു, റോമർ 5:5, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ സ്വീകരിക്കുന്നു. ആ ദൈവസ്നേഹം നാം സ്വീകരിക്കുമ്പോൾ ആ സ്നേഹം നമ്മെ സൗഖ്യമാക്കുന്നു. എഫേസ്യരിൽ ബൈബിളിൽ പറയുന്നു, നാം സ്നേഹത്തിൽ ആഴത്തിൽ വേരൂന്നി വളരാം എന്ന്. ഒരു മരത്തിന് വേരുകളൊന്നുമില്ലെങ്കിൽ ഒരു ചെറിയ കാറ്റടിച്ചാലും അത് വീണുപോകും. പക്ഷെ ഒരു മരത്തിന് ആഴമുള്ള വേരുണ്ടെങ്കിൽ വേരിൻ്റെ ആഴത്തിനൊത്ത് എത്ര തന്നെ ശക്തിയുള്ള കാറ്റടിച്ചാലും ആ മരം ഒരിക്കലും താഴെ വീഴില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഴത്തിൽ വേരൂന്നിയില്ലെങ്കിൽ പലതരം പരീക്ഷകൾ വന്നാലും ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന വെളിപ്പാട് നിങ്ങൾക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ നടന്നാലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തൊക്കെ പരീക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടായാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, ആദ്യം സാത്താൻ നിങ്ങളുടെ കാതിൽ വന്ന് സ്വകാര്യം പറയുന്നത് ഇതാണ്, നോക്ക്, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ലേ? ഒരിക്കലും ഇങ്ങനെ ഒന്ന് നിങ്ങളുടെ വായിൽ നിന്ന് വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, അങ്ങനെ സ്നേഹിക്കുന്നില്ലേ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതോടെ ആ ചർച്ച അവസാനിക്കും. ദൈവത്തിന് മറ്റൊന്നും ചെയ്യാൻ അറിയില്ല. അവനത് സമയം പോകാനായി ചെയ്യുന്ന ഒന്നല്ല. അവനാകുന്നു. ദൈവം സ്നേഹിക്കുന്നു. കാരണം ദൈവം സ്നേഹമാണ്. അവന് മറ്റൊന്നും ചെയ്യാനാവില്ല. അവൻ നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നു. നമുക്ക് എത്രത്തോളം സ്നേഹം ലഭിക്കണം എന്നതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ധാരാളം വചനങ്ങളുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നു, അവൻ്റെ സ്നേഹം എന്നേക്കും നിലനിൽക്കും. എന്നേക്കും എന്നതിൻ്റെ അർത്ഥം അറിയാമോ? അതായത് സാത്താനെയോ അഥവാ പ്രശ്നങ്ങളെയോ അതിജീവിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ നോട്ട്സിൽ ഞാൻ എഴുതി, അവൻ എന്നോടുള്ള സ്നേഹം നിരന്തരമാണ്. എൻ്റെ വിഡ്ഢിത്തങ്ങളെയെല്ലാം അവൻ്റെ സ്നേഹം മറയ്ക്കും. മറ്റൊരു വിധത്തിൽ, ഞാൻ വിഡ്ഢിത്തം കാരണം മണ്ടത്തരങ്ങൾ പ്രവർത്തിച്ച ശേഷം ഒടുവിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അവൻ എന്നെ സ്നേഹിക്കാനുണ്ടാവും. ആമേൻ. എത്ര മോശമായ സ്ഥലങ്ങളിലാണ് പരിശുദ്ധാത്മാവിനെ അകത്തേക്ക് പിന്തുടർന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്നറിയാമോ? അവൻ എന്നിലൂടെ പലതിലും കടന്നു. യേശുക്രിസ്തുവുമായി ഒരു ബന്ധം സ്ഥാപിക്കാനായി എന്നെ പ്രോത്സാഹിപ്പിച്ചു. സങ്കീർത്തനം 139:1 ഇങ്ങനെ പറയുന്നു, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും വായിച്ച് അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഇത് എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവമേ, നീ എന്നെ മുഴുവനായി ശോധന ചെയ്ത് എന്നെ അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് എന്നെ അറിയാം എന്ന് നാം പറയാറില്ല. അല്ല, ദൈവത്തിന് ഈ എന്നെ അറിയാം. ആമേൻ. വേദപുസ്തകം പറയുന്നു, നമ്മെക്കുറിച്ച് ദൈവത്തിന് അറിയാത്തതായി ഒരു ചെറിയ നിസ്സാരമായ വില കുറഞ്ഞ ഒരു കാര്യം പോലും ഇല്ലെന്ന് അവനെല്ലാം അറിയാം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഞാൻ കസേരയിൽ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവനറിയാം. എന്തുകൊണ്ടാണ് ദൈവം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? കാരണം ദൈവം നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യം പോലും ശ്രദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവൻ അറിയുന്നുണ്ടെന്ന് എഴുതിയിരിക്കുന്നത്? എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ ചിന്തകളെ നീ അറിയുന്നു. ഞാൻ ഇനിയും ചിന്തിച്ചിട്ടില്ലാത്ത ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. ഞാൻ കിടക്കുമ്പോഴെല്ലാം നിനക്കതറിയാം. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. അവയൊന്നും നിനക്ക് മറവായിരിക്കുന്നില്ല. അവൻ എങ്ങനെ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഒരാഴ്ചയിൽ നമുക്ക് എത്ര തെറ്റായ ചിന്തകൾ ഉണ്ടാവുമെന്നറിയാമോ? ഒരാഴ്ച കൊണ്ട് നാം എത്ര മണ്ടത്തരങ്ങളാണ് പറയുന്നതെന്നറിയാമോ? നമുക്ക് എന്തുമാത്രം മോശമായ മനോഭാവങ്ങളുണ്ട്, എന്തുമാത്രം ചെറിയ അസൂയകളുണ്ട്, കണ്ണുകടി, ന്യായവിധി, വിമർശനങ്ങൾ. എന്നിട്ടും അവൻ പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ അറിയാം, ഞാൻ നിന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. എനിക്ക് എബ്രായർ 4:15 ഇഷ്ടമാണ്. നമ്മെ അറിയുന്നൊരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. എൻ്റെ യേശുവേ, നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും മനസ്സിലാകുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്ന് വന്ന് ഈ ജഡീക ശരീരത്തിൽ പ്രവേശിച്ചു. അവന് പ്രലോഭനങ്ങൾ അറിയാം. അവനതിന് വിധേയനായിരുന്നില്ല.
അവൻ നമുക്ക് വേണ്ടി പാപമില്ലാത്ത തികഞ്ഞ ജീവിതം ജീവിച്ചു. നമുക്ക് യേശുവിനോടൊത്ത് അറിയപ്പെടാമെങ്കിൽ അവൻ സമ്പാദിച്ച വിശ്വാസത്താൽ നമുക്ക് ജീവിക്കാനാവും. ഇത് തികച്ചും അത്ഭുതകരമാണ്. ദിവ്യമായ കൈമാറ്റം. എനിക്കുള്ളതെല്ലാം അവൻ എടുത്തിട്ട് അവനുള്ളതെല്ലാം എനിക്ക് നൽകുന്നു. ദൈവമേ, ഒരു ചെറിയ കുടിലിൽ ജീവിച്ചാൽ എങ്ങനെയാണ് ഒരു സിനിമാ താരവുമായി ഭവനമോ മറ്റെന്തെങ്കിലും കൈമാറാൻ സാധിക്കുക? അതെങ്ങനെയുണ്ടാവും? വോ, സ്തോത്രം. കുറഞ്ഞ ബാങ്ക് അക്കൗണ്ട് ഒരു കോടീശ്വരന്റെ കണക്കുമായി എങ്ങനെയാണ് കൈമാറുക? ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ കൂടെ കൈമാറ്റം നടത്താമെന്ന് പറഞ്ഞാലോ? ഞാൻ നീയുമായി കൈമാറ്റം ചെയ്യും. എൻ്റെ ബാങ്ക് അക്കൗണ്ട് നീ എടുത്തോ, നിൻ്റേത് ഞാൻ എടുക്കും. എൻ്റെ വീട് നീ എടുത്തോ, നിൻ്റേത് ഞാൻ എടുക്കും. എൻ്റെ തുണികൾ നീ എടുത്തോ, നിൻ്റേത് ഞാൻ എടുക്കാം. നിങ്ങൾ ഒരാളെ കണ്ടിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം അവർക്കുണ്ടായിട്ട് അത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ, അവർക്കൊരു നല്ല ജോലിയും നല്ല ഭാര്യയോ ഭർത്താവോ ഉണ്ടായിട്ട് അതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അവർ നിങ്ങളോട് ഇതാ ഞാനിത് നിങ്ങൾക്ക് കൈമാറാമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം നീ എടുത്തോ, നിൻ്റെ ഞാൻ എടുക്കാം. അത് അത്ഭുതകരമായി നമുക്ക് തോന്നില്ലേ? ഞങ്ങളോട് അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മഹത്തായ കൈമാറ്റം. ഞാൻ നിങ്ങളുടെ ദാരിദ്ര്യം എടുത്ത് എൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് നൽകും. നിന്റെ പാപം ഞാൻ എടുത്ത് എൻ്റെ നീതിയെ നിനക്ക് നൽകും. പരിപൂർണമായ കൈമാറ്റം. യേശു പറഞ്ഞു, പിതാവിനുള്ളതെല്ലാം എൻ്റേതായി കഴിഞ്ഞിരിക്കുന്നു. എനിക്കത് ആവശ്യമുള്ളപ്പോൾ സ്വന്തമാക്കാം. നിങ്ങൾക്കത് സ്വീകരിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്നു. നിങ്ങളത് എങ്ങനെയാണ് സ്വീകരിക്കുക? ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നത് കൊണ്ട് എനിക്കറിയാമെന്ന് ഞാൻ പറയുകയല്ല. അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ അത് അറിയുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രതീക്ഷിക്കാത്തപ്പോൾ ഡോക്ടർ മോശമായ റിപ്പോർട്ട് തരുമ്പോൾ അത് അറിയുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. ഒരു കുട്ടിക്ക് പ്രശ്നമുണ്ടായിട്ട് അത് അറിയാതിരിക്കുക അറിയുന്നതിനെക്കുറിച്ചുമല്ല. കാരണം നിങ്ങൾ അവരെ നേരായി വളർത്താൻ പരിശ്രമിച്ചിട്ടും ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്തെന്ന് അറിയാതിരിക്കുന്നതിനെക്കുറിച്ചുമല്ല. 30-40 കൊല്ലം കൂടെ ജീവിച്ച ഭാര്യയോ ഭർത്താവോ നിങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ അത് അറിയുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് നിങ്ങൾ എവിടെയെങ്കിലും പണം നിക്ഷേപിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് നിക്ഷേപമൊന്നും ഇല്ലെന്നറിയുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ജനങ്ങൾ നിങ്ങളെ ന്യായം വിധിക്കുകയും തെറ്റായി വിമർശിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം എന്തുകൊണ്ടാണ് ഇതിൽ ഇടപെടാത്തതെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ മതിപ്പ് സംരക്ഷിക്കാത്തത് എന്താണെന്നറിയില്ല. ജീവിതം വെറും പ്രശ്നങ്ങളെക്കുറിച്ചുള്ളത് മാത്രമല്ല, പക്ഷേ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് വിജയവുമായി കൂടിക്കുഴഞ്ഞിരിക്കും. അതിനൊരു ഉദ്ദേശമുണ്ട്. അതെല്ലാവർക്കും ഉണ്ടാവും. യേശു നമുക്ക് പല കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു. അവയിലൊന്ന് പരീക്ഷണങ്ങളാണ്. ഇപ്പോൾ ആരും കൈതട്ടി ആർക്കില്ലെന്ന് എനിക്കറിയാം, എന്നാലും സാരമില്ല. ഇത് യോഹന്നാൻ 16 ഈ ലോകത്തിൽ നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാവും, സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങളെ ഉപദ്രവിക്കാനുള്ള അതിൻ്റെ ശക്തിയെ ഞാൻ നശിപ്പിച്ചിരിക്കുന്നു. ശരിയായത് വിശ്വസിച്ചു കൊണ്ടിരുന്നാൽ അതിന് നമ്മെ ഒരിക്കലും ഉപദ്രവിക്കാനാവില്ല. സാത്താനോട് നാം ഉടമ്പടി ചെയ്താൽ മാത്രമേ അവന് നമ്മെ കീഴടക്കാൻ സാധിക്കൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു എന്ന് എനിക്ക് ഉറപ്പാവണം. അവന് നമ്മെ കീഴടക്കാനാവില്ല. അവൻ നമുക്കെതിരായി കൊണ്ടുവരുന്നതിന് നമ്മെ ഉപദ്രവിക്കാനാവില്ല. തൽക്കാലം അത് വേദനിപ്പിച്ചേക്കാം, അത് കഠിനമായിരിക്കാം, നമുക്കത് മനസ്സിലാവാതെ പോവും, നാം കരഞ്ഞു കരഞ്ഞൊരു കടൽ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവഹിതം ആഗ്രഹിക്കുന്നവർക്കും എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പര്യവസാനിക്കും. സാത്താൻ നിങ്ങളുടെ ദോഷത്തിനായി ചെയ്യുന്നത് ദൈവം നിങ്ങളുടെ നന്മയ്ക്കാക്കി മാറ്റും. നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കണം, വിട്ട് പിന്മാറരുത്. നിങ്ങളുടെ വിശ്വാസ രീതി നിങ്ങൾ നിലനിർത്തേണ്ടതാണ്. മുറുകെ പിടിക്കൂ. സഹായത്തിന് ആൾ വരുന്നുണ്ട്. വിശ്വാസം ഏറ്റുപറയുന്നത് മുറുകെ പിടിക്കൂ. ഇതും തീർച്ചയായും കടന്നുപോകും. കഴിഞ്ഞ വർഷം ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ നിങ്ങളെ കൊല്ലും എന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിതാ ഇവിടെ. അത് കഴിഞ്ഞു, അത് പഴയതാണ്. ഞാനീ പറയുന്നത് സത്യമല്ലേ? അതിൽ നിന്ന് നിങ്ങൾ ചിലത് പഠിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ ആ കുഴപ്പത്തിലായിരുന്നപ്പോൾ അറിയാത്ത ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ട്. കാരണം നിങ്ങൾ പരീക്ഷ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ പഠിച്ചത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പകർന്ന് അവരെ നിങ്ങൾക്ക് ഉപദേശിക്കാനാവും.
ഒന്നിലൂടെയും കടന്നു പോയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാനുണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പരീക്ഷയില്ലാതെ നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടാവില്ലെന്ന്. ഇത് ശോചനീയമാണ്. ചിലർക്ക് പരീക്ഷകൾക്ക് ശേഷം കരച്ചിലേ ഉണ്ടാവും, അവർക്കൊരിക്കലും സാക്ഷ്യമുണ്ടാവില്ല. അവരെല്ലാറ്റിനെക്കുറിച്ചും കരഞ്ഞുകൊണ്ടിരിക്കും. നാലാം വാക്യം, യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. പക്ഷേ യഹോവേ, നീ മുൻപും പിൻപും എന്നെ അടച്ചു. നാളെയോ അടുത്ത ആഴ്ചയോ അതിനടുത്ത ആഴ്ചയോ ഞാൻ എന്ത് മണ്ടത്തരമാണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ജീവിതകാലം മുഴുവനും പറയാൻ പോകുന്ന മണ്ടത്തരങ്ങളെല്ലാം അവനറിയാം. എന്നിട്ടും അവൻ എന്നെ സ്നേഹിക്കുന്നു. മാത്രമല്ല, അവൻ എന്നെ തിരഞ്ഞെടുക്കുന്നു. ഇനി നമുക്ക് എഫേസ്യർ വായിക്കാം, 2-ാം അധ്യായം. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് സെൻറ്റ് ലൂയിസിലുള്ള ഞങ്ങളുടെ ഡ്രീം സെൻറ്ററുമായി ബന്ധമുള്ള വിമൻ ഓഫ് ഹോപ്പ് എന്നൊരു ഭവനമുണ്ട്. അവിടെ ഞങ്ങൾ ആർക്കും ചിന്തിക്കാൻ പോലും ആവാത്ത കഠിനമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വെള്ളിയാഴ്ച രാത്രി ഒരു തെരുവ് ശുശ്രൂഷയുണ്ട്. അതിൽ സിറ്റിയിലെ മോശമായ ഒരു കോണിലുള്ള വേശ്യമാർക്കും മയക്കുമരുന്ന് ശീലക്കാർക്കും ഉപദേശം നൽകുന്നു. ഞങ്ങളുടെ ഒരു സംഘം ഒരു റോസുമായി അവരെ സമീപിച്ച് ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. അവർക്ക് പുനരുദ്ധീകരണം ആവശ്യമാണെങ്കിൽ അവർക്കായി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഇവരിൽ ചില സ്ത്രീകൾ അതൊരു ജീവിത രീതിയാക്കി അതിൽ നിന്ന് പുറത്തു കിടക്കാൻ അറിയാതിരിക്കുന്നു. അവർക്ക് മയക്കുമരുന്ന് ശീലവുമുണ്ട്. അതിനായി അവർ ശരീരം വിൽക്കാൻ തയ്യാറാവുന്നു, അല്ലെങ്കിൽ അവരുടെ ദല്ലാൾ അവരെ കൊല്ലുമെന്ന് അവർ പേടിക്കുന്നു. അതുകൊണ്ട് അവർ തുടർച്ചയായി തെറ്റ് ചെയ്യുന്നു. അവർക്കൊരു ഭവനം വേണം. എല്ലാവർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇഷ്ടമല്ല. പക്ഷേ ആ ഭവനത്തിൽ 9 പേർക്ക് മാത്രമേ സ്ഥലമുള്ളൂ. അതിപ്പോൾ നിറഞ്ഞിരിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്ന ഒരു കുട്ടി ഡേവിനോട് ഒരു ദിവസം സംസാരിക്കുമ്പോൾ അവൾ പറഞ്ഞു, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. കാരണം ഇവിടെ വരുന്ന ചിലർക്ക് നമുക്ക് ഊഹിക്കാനാവുന്നതിനേക്കാൾ മോശമായ പല പ്രശ്നങ്ങളും ഉണ്ട്. വിശ്വസിക്കാൻ പോലും ആവാത്തത്ര. അവൾ പറഞ്ഞു, ഒരു രാത്രി ഒരു പുതിയ പെണ്ണ് വന്നു. അവൾക്ക് ഡയബറ്റിസ് ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ഇൻസുലിൻ കുത്തിവെച്ചിരുന്നില്ല. അതുകൊണ്ട് അവൾ മറ്റുള്ളവർക്ക് പ്രത്യക്ഷമായ ഔദാര്യം നൽകിയിരുന്നു. സത്യമാണ്, നിറയെ ദാനം ചെയ്യാൻ സാധിക്കും. അതായത് അവർ മറ്റുള്ളവരെ കാണിക്കാനായി അഭിനയിക്കുകയായിരുന്നു. മറ്റൊരു പെണ്ണ് ആസ്മയായിരുന്നു. അവൾക്ക് ഭയങ്കര ആസ്മയുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു പെൺകുട്ടിക്ക് ഭയങ്കര ഡയബറ്റീസ് ഉണ്ടായിരുന്നു. മറ്റൊരു പെൺകുട്ടിക്ക് ഭയങ്കര ആസ്മയും ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി അവരുടെ കൂടെ ആ ഭവനത്തിൽ തന്നെ ഇരുന്നു. അവൾ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാൻ വേറെ ആൾക്കാരെ ഏർപ്പാട് ചെയ്തു. ഇവരെ വാനിൽ കയറ്റി അവരെ എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോയി. അവരിൽ ഒരു പെൺകുട്ടി പുതിയതാണ്. അവൾ പേടിച്ച് ചുരുണ്ടു മടങ്ങി ഒരു പന്ത് പോലെ തറയിൽ കിടന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചു, അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൾക്ക് പിടിച്ചു തൂങ്ങാനുണ്ടായിരുന്ന ഒരു കാര്യം അതായിരിക്കും. പക്ഷേ നിങ്ങളുടെ കഷ്ടകാലത്ത് പിടിച്ചു തൂങ്ങാൻ അത് മാത്രമാണ് ഉള്ളതെങ്കിൽ എവിടെയെങ്കിലും ചെന്നിരുന്ന അലറി പറയണം, അവൻ എന്നെ സ്നേഹിക്കുന്നു. പല സമയത്തും ഞാൻ അങ്ങനെയായിരുന്നു. നിങ്ങളെങ്ങനെയായിരുന്നു? എഫേസ്യർ 2:4-5. പക്ഷേ ദൈവം കൃപ കാണിക്കുന്നതിൽ അതിസമ്പന്നനാണ്. അവൻ നമ്മെ അതിവിപുലമായും അത്ഭുതകരമായും സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നമ്മെ സ്നേഹം കൊണ്ട് സംതൃപ്തരാക്കുന്നു. ദൈവം നമുക്കായി ചെയ്യുന്നത് അവൻ തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലേക്കും വെച്ച് ഏറ്റവും മികച്ച കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ തനിക്കായിട്ടൊന്നും ചെയ്യില്ല. കാരണം സ്നേഹം കൊടുക്കുകയുള്ളൂ, സ്നേഹം അനുഗ്രഹിക്കുന്നു. ആരെങ്കിലും സ്നേഹിക്കാതെ ദൈവത്തിന് സന്തോഷിക്കാനാവില്ല, തൃപ്തി ഉണ്ടാവില്ല. അവൻ ആരെങ്കിലും അനുഗ്രഹിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ലാതെ തികവുള്ളവരായ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അവൻ കൃപാസമ്പന്നനായിരിക്കുന്നത് കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ച സ്നേഹത്താൽ സംതൃപ്തനാവുന്നു എന്ന്. നാം പാപത്തിൽ വീണ് മരിച്ചിട്ടും അവൻ യേശുവിൻ്റെ ഐക്യത്തിൽ നമ്മെ ഒരുമിച്ച് ജീവിപ്പിക്കുന്നു. അവൻ യേശുവിനെ തന്നെ നമുക്കായി നൽകി. അവൻ തൻ്റെ പുത്രനിലൂടെ നമുക്കൊരു പുതുജീവിതം നൽകി. അതിൻ്റെ മരണമുള്ള ശരീരത്തെ സജീവമാക്കും. അവൻ്റെ സൗജന്യമായ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ സൗജന്യമായ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ രക്ഷിപ്പിൽ നമുക്ക് പങ്കാളിത്തമുണ്ട്. ന്യായവിധിയിൽ നിന്ന് അവൻ നമ്മെ രക്ഷിച്ചു. ഇത് പ്രാധാന്യമാവുന്നതിന് കാരണം ഇന്നിവിടെ വന്നിരിക്കുന്നവരിൽ പലരും ഈ പ്രോഗ്രാം TV-യിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകർ വീണ്ടും ജനിച്ചിട്ടില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല.
നിങ്ങൾ ദൈവത്തോട് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് അപേക്ഷിക്കേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതാണ്. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ പാപത്തിൽ മരിച്ചു കിടക്കുമ്പോഴും അവൻ നിങ്ങളെ അത്യധികം സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നിങ്ങൾക്കൊരു രക്ഷകനെ തന്നു. യേശു 2000 വർഷം മുൻപ് മരിച്ചിരിക്കുന്നു. യേശു കുരിശിൽ അതിനേക്കാൾ ഉപരി പലതും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് അവൻ വില നൽകിയിരിക്കുന്നു. അവനെ സ്വീകരിക്കാനായി ജീവിച്ചിട്ടുള്ള ഓരോ വ്യക്തിക്കുമായി അവൻ തുടക്കം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു, അവനെ സ്നേഹിക്കുന്നു. ഈ ഉടമ്പടി ചെയ്തു കഴിഞ്ഞു. അതിനെക്കുറിച്ച് നമുക്ക് ദൈവത്തോട് പറയേണ്ടതില്ല. അവനത് ചെയ്തു കഴിഞ്ഞു. നാം അത് വിശ്വസിച്ചാൽ മാത്രം മതി. അവനെ വിശ്വസിക്കുമെന്ന് തീരുമാനിക്കണം. ഞാനത് വിശ്വസിക്കുന്നു. യേശുവേ, നീ എനിക്കായി മരിച്ചെന്ന് പറഞ്ഞില്ലേ, എനിക്കത് മനസ്സിലാവുന്നില്ല, പക്ഷെ ഞാനത് വിശ്വസിക്കുന്നു. യേശു എനിക്കായി മരിച്ചിരിക്കുന്നെന്ന്. അങ്ങനെ സ്നേഹിക്കുന്നതായി പറഞ്ഞു. എനിക്ക് ആ സ്നേഹം തോന്നുന്നില്ല. സ്നേഹിക്കപ്പെടാൻ എനിക്ക് വിലയില്ലെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസമാണ്. പക്ഷേ ഞാനത് വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിച്ചില്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചേക്കാം. നിങ്ങളത് വിശ്വസിച്ചില്ലെങ്കിൽ അത് വിശ്വാസത്തോടെ പറയാൻ ആരംഭിക്കൂ. കാരണം വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ നാവ് ഒരു എഴുത്തുകാരൻ്റെ എഴുത്തുകോലാണ്, നിങ്ങളുടെ ഹൃദയം ഒരു എഴുത്ത് പലകയാണ് എന്ന് ബൈബിൾ പറയുന്നു. നിങ്ങളുടെ ഹൃദയം എഴുത്ത് പലകയാണെങ്കിൽ, നിങ്ങളുടെ നാവ് എഴുത്തുകോലാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനത്തിൻ്റെ സത്യം എഴുതപ്പെടുന്നു. വിശ്വാസത്തോടെ പറയുന്നതെല്ലാം എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടാനാവും. അത് യാഥാർത്ഥ്യമാവുന്നതിന് മുൻപ് എഴുതും. ദൈവം പറഞ്ഞതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ പാപത്തിലായിരിക്കുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു പുതിയ ജീവിതം നമുക്ക് നൽകാൻ അവനൊരു വഴിയുണ്ടാക്കി. ബൈബിൾ ജീവനെക്കുറിച്ച് പറയുമ്പോൾ ശ്വാസം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അത് പറയുന്നത് ഇതാണ്, ദൈവത്തിൻ്റേത് പോലുള്ള ജീവിതം. നാം ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെ ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ TV മിനിസ്ട്രി ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിൽ പലരും ഞങ്ങളുടെ പാർട്ട്നേഴ്സാണെന്നറിയാം. ഞാനത് വളരെയധികം അനുമോദിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ പങ്കാളികളായതിൽ എനിക്കും ഡേവിനും കുടുംബത്തിനും സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വിളിയിൽ നിങ്ങളും പങ്കാളികളാണ്. നിങ്ങൾ ഇനിയും പാർട്ട്ണർ ആയില്ലെങ്കിൽ വേഗം പങ്കാളികളാവണം. അതിനുവേണ്ടി കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലേക്ക് വിളിക്കൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ലോഗോൺ ചെയ്താലും മതിയാവും. നിങ്ങൾക്കിപ്പോൾ പാർട്ട്ണർ ആവാൻ സാധിക്കില്ലെങ്കിൽ, അഥവാ നിങ്ങൾ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ വിശ്വാസത്തോടെ ഒരു കാലടി എടുത്തു വയ്ക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നിട്ട് ഈ പ്രോഗ്രാം തുടർന്ന് നടത്താൻ ഞങ്ങളെ സഹായിക്കാനായി നിങ്ങളുടെ വിലയേറിയ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. ലോകമെങ്ങുമുള്ള അനേകായിരം ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാനും നമുക്കറിയുന്ന അവർക്കറിയാത്ത ഒരു സന്ദേശം അവരെ അറിയിക്കാനും ഇത് സഹായമാവും. അതിന് പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളെ കാണിക്ക നൽകാൻ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളെ വിളിക്കൂ. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ അതിലൂടെയും അയക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. അതുമല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ലോഗോൺ ചെയ്ത് അതിലൂടെയും പണം അയക്കാം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും നന്ദി. നാളെ വീണ്ടും നിങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. நீங்கள் அறிந்திருப்பதை காட்டிலும் ஜாய்ஸ் மேயர் ஊழியங்களில் நீங்கள் மிக முக்கியமானவர்கள். இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காய் உங்களை பாராட்டுகிறோம். நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம். நாம் இணைந்து பசித்தோர்க்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம். உங்கள் ஜெப வேண்டுதல்களை பகிர்ந்து கொள்ள, ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண, உலகமெங்கும் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது jmmindia.org க்கு லாக் ஆன் செய்யுங்கள்.